എൻ്റെ ഒരു കസ്റ്റമർ ഉണ്ട്, ഞങ്ങളോട് ചില ആളുകളോട് പറഞ്ഞിട്ടുണ്ട്, റംസീൻ റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു അഹമ്മദ് റംസീൻ ഉണ്ടായിരുന്നു. പുള്ളിയായിരുന്നു കോവിഡ് സമയത്ത് ഈ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു പറയില്ല, ഒരു സാധനം ചെയ്യാറില്ലായിരുന്നു, ഒരു ടെസ്റ്റ്. ആ ടെസ്റ്റ് നടത്തിയപ്പോൾ നമ്മളാണ് അന്ന് ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് നമ്മൾ സ്പെൻഡ്, അതായത് 85,000 AED ഒക്കെ ചെയ്തിട്ടാണ് ഗൂഗിളിൽ SEO ഗൂഗിൾ ആഡൊക്കെ ചെയ്തിട്ട് ഒരു നമ്പർ 4 നമ്പർ 5 സ്റ്റേജിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഹോട്ടലിലൊക്കെയുള്ള VVIPകളിലൊക്കെ അവിടെ പോയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. 1,200 300 400 ഒക്കെയാണ് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹി മേക്ക് എ ലോട്ട് ഓഫ് മണി. ആ സമയത്തായിരുന്നു പിന്നെ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ പറയും, ഇപ്പം കോവിഡ് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ലാസ്റ്റ് പിന്നെ കേസ് ഇങ്ങനെ കുറയുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, ഇപ്പം എന്താണ് ഇപ്പോൾ കോവിഡ് കൂടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരിക്കുക. മുപ്പറ് പ്രാർത്ഥന ഇതാണ്, ഇത് കുറച്ചുകൂടിയും കാലം ഇങ്ങോട്ട് നിന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ സെറ്റ് ചെയ്യായിരുന്നു. ആൻഡ് ഇൻ ദ റിയാലിറ്റി വാട്ട് വി ഡിഡ്, ഈ കോവിഡ് കഴിയുമ്പോഴേക്ക് മൂപ്പര് ദേരയിലേക്ക് പോയിട്ടൊരു 1,000-2,000 സ്ക്വയർ ഫീറ്റ് എടുത്തു. 3 കമ്പനി ഒരുമിച്ച് തുടങ്ങി. ഒന്ന് റിയൽ എസ്റ്റേറ്റ്, ഒന്ന് ബിസിനസ് സെറ്റപ്പ്, ഒന്ന് ട്രാവൽ ആൻഡ് ടൂറിസം. ഓക്കെ, അപ്പം റിയൽ എസ്റ്റേറ്റിലാണ് കോവിഡിന് ശേഷം ഗ്രോത്ത് വന്നത്. ഗോൾഡൻ വിസയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിനസ് സെറ്റപ്പിൽ പോയി നല്ല ഇൻവെസ്റ്റേഴ്സ് അങ്ങോട്ട് വന്നു. പിന്നെ ടൂറിസത്തിലും. പിന്നെ അതിന് ശേഷം ഞങ്ങൾ പിന്നെ എത്യോപ്യയിലൊക്കെ പോയി, ഞാനും പോയിട്ടുണ്ടായിരുന്നു. അവിടെ റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യത്തിലേക്ക് പോയി, അവിടെ മുമ്പ് മാർക്കറ്റ് മനസ്സിലാക്കി നേരെ തിരിച്ചു വന്നു. പിന്നെ ഇന്ന് പുള്ളിക്കാരൻ 13 കമ്പനിയുണ്ട്.